അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഹായ് ഹലോ. അപ്പം ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞിട്ട് ദോശ തിന്നാൻ ഭയങ്കര ആഗ്രഹം. അപ്പം നോമ്പിനെ ഉണ്ട് ഒരു ദോശ തിന്നണം എന്നുള്ളൊരു പൂതി. അപ്പം പിന്നെ എന്തായാലും നോമ്പിന് പറ്റൂലല്ലോ, രാവിലത്തത് രാവിലെ തന്നെ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ടൈമിൽ തന്നെ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു രസം. അപ്പം വിചാരിച്ചു നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ദിവസം വിചാരിച്ചു എന്തായാലും ഇന്ന് മസാല ദോശ തന്നെ ഉണ്ടാക്കാം. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയാണ്. ഈ ദോശ എന്ന് പറയുന്നത് പല തരത്തിൽ നമുക്ക് ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം, നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാം, മസാല വെച്ചിട്ട് മസാല ദോശ ഉണ്ടാക്കാം. പല തരത്തിൽ ഇപ്പം ദോശ അവൈലബിൾ ആണ്. ചോക്ലേറ്റ് ദോശ, സ്വീറ്റ് ദോശ, ചട്നി ദോശ, അങ്ങനെ പല ദോശകളുണ്ട്. ഈ കാണുന്ന കാഴ്ചയൊക്കെ തലേന്ന് വൈകുന്നേരത്തെ കാഴ്ചയാണ്. ഒരു കപ്പ് ഉഴുന്ന് ഞാനിപ്പം കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ 2 കപ്പ് എടുത്തിട്ട് പച്ചരിയും കുതിർത്ത് വെച്ചിട്ടുണ്ട്. പച്ചരിയിലേക്ക് ഞാനിപ്പം 1 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ ഒരുപാട് ചേർക്കണ്ട, ടേസ്റ്റിന് മാറ്റം വരും. അപ്പോൾ 1 ടീസ്പൂൺ ചേർത്താൽ മതി, നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം കുതിർത്ത് വെച്ച ഉഴുന്നും പച്ചരിയും അരക്കേണ്ട സമയമായി. അപ്പോൾ അതൊക്കെ അരച്ചെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് കുറച്ച് അവിൽ നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുത്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂണോളം അവിലെടുത്തിട്ടുണ്ടാവും. ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ടൊന്നങ്ങ് കഴുകിയെടുക്കാം, അല്ലെങ്കിൽ ഒരു 5-8 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചാലും മതി. എന്നിട്ട് വെള്ളം ഊറ്റിയെടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ഈ മസാല ദോശക്ക് അല്ലെങ്കിൽ സാധാരണ ദോശ ഉണ്ടാക്കുമ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന മസാല ദോശ അല്ലെങ്കിൽ ഗീ റോസ്റ്റൊക്കെ ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ളതല്ലേ, അതേ ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവിൽ ചേർത്തത്. അപ്പം അവിൽ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ചോറും ചേർക്കണം. ഇനി നമുക്ക് അരച്ചെടുക്കാം. അപ്പം കഴുകിയെടുത്തിട്ടുള്ള ഉഴുന്നാണ് ഞാനിപ്പോൾ ആദ്യം അരച്ചെടുക്കുന്നത്. അതിന് ശേഷമാണ് അതേ മിക്സിയിൽ തന്നെ അരിയും അരച്ചെടുക്കുന്നത്. അപ്പം ഉഴുന്ന് ഞാനിപ്പം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ മിക്സി ജാറിൽ തന്നെ ഞാനിപ്പം പച്ചരിയും അതുപോലെ തന്നെ കുറച്ച് ചോറും കുറച്ച് അവിലും ഇട്ടിട്ട് ഒരു 2 ബാച്ച് ആക്കിയിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുക്കുമ്പം ഇതിലേക്കൊന്നും ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരക്കരുത്. ഞാനിപ്പോൾ അരക്കാൻ കണക്കായിട്ടുള്ള കുറച്ച് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഏകദേശം ഓരോ അരവിനും ഒരു 1/4 ഗ്ലാസ്സിനടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞാനിപ്പം എല്ലാം അരച്ചെടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പാത്രം കുറച്ച് വലിയ സൈസാവുമ്പം ഇതെന്തായാലും ഒന്നങ്ങ് പൊങ്ങും. ഉഴുന്ന് ചേർത്തതല്ലേ, അപ്പോൾ ഒന്ന് പൊങ്ങി വരും. പൊങ്ങിയിട്ട് പുറത്തേക്ക് തൂവി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം ഞാനിപ്പോൾ എല്ലാം നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെക്കാം. ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട, നാളെ രാവിലെ നമ്മൾ ദോശ ചുടുമ്പോഴാണ് ഉപ്പ് ചേർത്തിട്ട് ചുടേണ്ടത്. അങ്ങനെ ദോശ ചുടേണ്ട ദിവസമായി. പിറ്റേ ദിവസം 8 മണിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി പുറത്തേക്ക് ആയിട്ടില്ല, എന്നാലും നന്നായിട്ട് ഇതങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനിയാണ് ഉപ്പ് ചേർക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സാക്കി എടുക്കണം. ഞാൻ ഈ മാവൊക്കെ അരച്ചെടുക്കുമ്പം ഇതിലേക്ക് ഉഴുന്നിലേക്കും അരിയിലേക്കും കൂടിയിട്ട് ഏകദേശം ഒരു 3 ഗ്ലാസോളം വെള്ളമേ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പം കൂടുതൽ വെള്ളം ചേർത്താൽ അത് വെള്ളം പോലെയാവും. ആ പത അങ്ങ് അടങ്ങി പോകുന്നതിന് മുമ്പ് നമുക്ക് വേഗം ദോശ ചുട്ടെടുക്കാം. അങ്ങനെ മാവ് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലിലിട്ട് ചുട്ടെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു ദോശ കല്ലെടുത്തിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് കല്ലാണ് എടുത്തത്. അത്ര വലിയ നോൺ സ്റ്റിക്ക് ഒന്നും അല്ല, ഇപ്പോൾ കുറച്ച് കാലമായി. അപ്പോൾ അതിൻ്റെ ആ ഒരു നോൺ സ്റ്റിക്ക്നെസ് അങ്ങ് പോയി. അപ്പോൾ എന്നാലും ദോശ ചുടാനും ഒറോട്ടി ചുടാനും നല്ലൊരു സാധനമാണ്. അപ്പം ഞാനിപ്പം ഒരു തവിയോളം മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തുറന്ന് തന്നെ വേവിച്ചെടുക്കാം. പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ദോശ ചുട്ടെടുക്കണം. അപ്പം ഞാനിപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്നങ്ങ് മൊരിഞ്ഞ് വരട്ടെ. അപ്പം ഇതിപ്പം ചെറുതായിട്ട് ആറി വന്നിട്ടുണ്ട്, മുകൾ ഭാഗമൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കല്ലിൽ നിന്നും നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്, നല്ല പേപ്പർ പോലത്തെ ദോശയാണ് കിട്ടിയത്. അപ്പം അതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ദോശ ഓരോന്നും ചുട്ടെടുക്കുന്ന സമയത്തേക്കും ഞാനിപ്പം ഒരു മസാല ഉണ്ടാക്കുകയാണ്. അപ്പം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം കുക്കറിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് വേണ്ടി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് നീളത്തിൽ കീറിയിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി അങ്ങ് ചേർത്ത് കൊടുക്കാം, ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയുടെ പകുതിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതാദ്യം ഒന്ന് അങ്ങ് വേവിച്ചെടുക്കാം. അപ്പം ഞാനിപ്പം ഉരുളക്കിഴങ്ങ് ചേർത്തത് കൊണ്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം വെളുത്തുള്ളി ഗ്യാസ് ട്രബിളിന് ഏറ്റവും നല്ല ഒന്നാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു വിസിലിന് അല്ലെങ്കിൽ 2 വിസിലിന് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഒന്നങ്ങ് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അത്രയേ വേണ്ടുള്ളൂ.
അപ്പോൾ അതവിടെ വേവുന്ന സമയത്തും ഞാനിപ്പം ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ദോശ ഒരുപാട് അങ്ങനെ പേപ്പർ പോലെ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ആ ചട്ടുകം കൊണ്ടൊന്നങ്ങ് മേലെ നിന്നങ്ങ് സ്ക്രാപ്പ് ചെയ്തങ്ങ് എടുത്താൽ മതി, ഒന്നങ്ങ് വലിച്ചെടുത്താൽ മതി. അപ്പം എല്ലാം ഒരേ ലെവലായിട്ട് അങ്ങ് വന്നോളും. അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ ഈ ഒരു വെജിറ്റബിളിൻ്റെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അന്നങ്ങ് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് കടുക് തൂയിച്ചിടണം. അപ്പം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നന്നായിട്ട് അങ്ങ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ദോശക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ദോശയിലും ഇത് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് അങ്ങ് എടുക്കാം. അപ്പം ഞാൻ കഴിച്ച മസാല ദോശ ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് പണ്ടേ തോന്നിയ ഒന്ന് നമ്മൾ തലശ്ശേരിയിൽ ഇപ്പം മലബാർ ഗോൾഡായി, പണ്ട് അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒരു 10-14 വർഷമായി ശരിക്കും പറഞ്ഞാൽ. പ്രഗ്നൻ്റ് ടൈമിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് പിന്നെ കഴിച്ചത് ഇപ്പോൾ അടുത്ത കാലത്ത് കഴിച്ചത് മൈസൂർ ടൂർ പോയപ്പോഴാണ്. അതും ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു ദോശ. ചില മസാല വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, ബീട്രൂട്ടൊക്കെ ഇടുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പം നല്ല അടിപൊളി മസാല ദോശ റെഡിയായി. നല്ല ടേസ്റ്റായിട്ടുള്ള മസാല നല്ല ക്രിസ്പി ദോശയിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ ഉണ്ടാക്കിയ പാടെ ഒരു മസാല ദോശ എല്ലാവരുടെ വയറ്റിലേക്കും അങ്ങ് പോയി. അപ്പോൾ അതേപോലെ നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പാർ ഉണ്ടാക്കാനുള്ള സമയമില്ല, അപ്പോഴേക്കും ദോശ കാലിയാവും, അതുകൊണ്ട് സാമ്പാറില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ വിത്ത് കോക്കനട്ട് ചമ്മന്തി. അങ്ങനെ നാസ്തയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറിൻ്റെ പരിപാടിയിലേക്കാണ്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് വീടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്, അലക്കാനുണ്ട്. ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചോറിലേക്ക് വരാം. അപ്പം നോക്കുമ്പോൾ പൈനാപ്പിൾ കാണുന്നു. അപ്പം പിന്നെ എന്തായാലും ഒരു പൈനാപ്പിൾ ജ്യൂസ് ആയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പൈനാപ്പിൾ കട്ട് ചെയ്തു, ചെറിയ പീസാക്കിയിട്ട് അതങ്ങ് മിക്സിയിലേക്ക് ഇട്ടു. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഐസ് ക്യൂബ്സും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പം ഈ പൈനാപ്പിൾ തണുപ്പില്ലാത്തത് കൊണ്ട് ഞാനിപ്പം കുറച്ച് അധികം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ സാധാരണ നമ്മൾ ചെയ്യുമ്പം ഒന്ന് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് ഇങ്ങനെ അടിച്ചെടുത്താൽ നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് കിട്ടും. അപ്പം ഞാനിപ്പോൾ പൈനാപ്പിൾ തണുപ്പിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പം പിന്നെ എന്തായാലും അടിച്ചിട്ട് നല്ല ഐസ് ക്യൂബ്സ് ഇട്ട് തണുപ്പിച്ച് അങ്ങ് കുടിക്കുക തന്നെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ എന്തായാലും ചോറിൻ്റെ പരിപാടിയിലേക്കായി. ചോറ് ഇന്നെന്തായാലും സാദാ ചോറല്ല, ഇറച്ചി ചോറാണ് ഉണ്ടാക്കുന്നത്. ബീഫ് വെച്ചിട്ട് സാദാ പുഴുങ്ങലരി കൊണ്ടുള്ള ചോറാണ് ഇന്നുണ്ടാക്കുന്നത്. പണ്ടേ ഉണ്ടാക്കുന്നതാണ്, ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒന്നാണ്. ഈ ബിരിയാണിയൊക്കെ എല്ലാ അടുക്കളയിലും ഒന്ന് സജീവമാകുന്നതിൻ്റെ മുമ്പുള്ള ഒരു ചോറാണിത്. അപ്പോൾ അന്നൊക്കെ ഇത് ഭയങ്കര കാര്യമാണ് എല്ലാവർക്കും. ഇന്നും ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. പിന്നെ ഈ ബിരിയാണിയൊക്കെ അങ്ങ് സജീവമായി കാര്യങ്ങളിലേക്ക് വന്നപ്പം പിന്നെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് സൈഡാക്കി വെച്ചു എന്നേ ഉള്ളൂ. അപ്പം ഈ ചോറ് നമുക്ക് തേങ്ങാപ്പാലിട്ടിട്ട് ചെയ്യാം. അത് തേങ്ങാച്ചോറ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തതാണ്. അല്ലാതെ തേങ്ങാപ്പാലില്ലാതെ സാധാരണ ഒരു മസാല ചോറ് ഉണ്ടാക്കിയിട്ട് അതിൽ ബീഫ് ഇട്ട് കൊടുക്കാം, മട്ടൺ ഇട്ട് കൊടുക്കാം, ചിക്കൻ ഇട്ട് കൊടുക്കാം, പിന്നെ ചെമ്മീൻ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇന്നിവിടെ ബീഫ് ഇട്ടിട്ടാണ് ചോറ് വെക്കുന്നത്. ബീഫ് സാധാരണ നമ്മളൊരു കറി ഉണ്ടാക്കുക, എന്നിട്ട് ചോറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം ഞാനിപ്പം ബീഫ് കറിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കിലോനടുത്ത് ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് ആകുമ്പോഴാണ് ഈ ചോറിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് സാധാരണ നമ്മൾ ഇറച്ചിക്കറിയിൽ എന്തൊക്കെയാണോ ഇടുന്നത് അതൊക്കെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പം 1/2 കിലോ ബീഫിലേക്ക് 2 സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, 2 തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്നങ്ങ് ചതക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കുറച്ചധികം മല്ലിയുടെ ആ ഒരു ഫ്ലേവറിലാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പം 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ പച്ചമുളക് അരിഞ്ഞ് ചേർക്കാൻ മറന്നുപോയി. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിയിലേക്ക് ചതച്ച് ചേർക്കുന്നതിനെക്കാട്ടിലും ഇതേപോലെ അരിഞ്ഞ് ചേർക്കുന്നതാണ് നല്ലത്. ചതച്ചത് ഞാൻ ചോറിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കിയിട്ട് ഇതൊന്ന് അടച്ചിട്ട് ബീഫ് വേവുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പം ബീഫ് അവിടെ വേവട്ടെ. ഈ സമയം ചെറുതായിട്ട് ചോറിൻ്റെ മസാലയൊക്കെ ഒന്നങ്ങ് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും ഓയിലും ഇട്ടിട്ട് ചൂടാക്കാം. ഒന്നുകിൽ നമുക്കിത് ഗീ മാത്രം ഇട്ടിട്ട്, നല്ല നെയ്യ് മാത്രം ഇട്ടിട്ട് അങ്ങനെ ചോറുണ്ടാക്കാം, അല്ലെങ്കിൽ നെയ്യും ഓയിലും മിക്സാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നല്ല നെയ്യും ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിലും ഇട്ടിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം.
പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, ബിരിയാണി ഇല ഇട്ട് കൊടുക്കാം. പിന്നെ 3 ജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചോറിന് 3 ജീരകങ്ങൾ ഇടുന്നത് നല്ലൊരു ഫ്ലേവറാണ്. ജീരകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ വീതമാണ് ഇട്ടത്. ഷാഹി ജീര, ചെറിയ ജീരകം, വലിയ ജീരകം മൂന്നും ഇട്ടിട്ട് നന്നായിട്ട് ഇതങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പം ഒരു 2-3 ബിരിയാണി ഇലയും കൂടെ അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നന്നായി മൂത്ത് വരുമ്പം ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം സവാള നീളത്തിൽ നേർമയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഈ സവാള ഒന്നങ്ങ് സോഫ്റ്റായി വരണം. ഒരുപാട് അങ്ങ് കളറൊന്നും ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും നമ്മൾ ബീഫ് കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നാലും ഈ ചോറിന് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പം ഒരുപാട് അങ്ങ് എരിവായി പോകണ്ട. അപ്പോൾ ഒരു 5-8 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 5-8 വെളുത്തുള്ളിയും കൂടെ ഒന്ന് മിക്സിയിൽ ചതച്ചിട്ട്, ഒരുപാട് അങ്ങ് അരഞ്ഞ് ഫൈൻ പേസ്റ്റ് ഒന്നും ആക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം ഒന്നങ്ങ് മാറി വരുമ്പം നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിപ്പം മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് ചേർത്തത്. എല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പം ഞാനിപ്പോൾ അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി തുറന്നു. തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ട്, തക്കാളി ഉടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് അങ്ങ് ഉടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ചോറിനൊരു മല്ലിയുടെ കളർ ഉണ്ടാവുന്നതാണ് നല്ലത്. എനിക്കതാണ് ഇഷ്ടം. ആ ഒരു ചുവന്ന കളർ ഉണ്ടാവുന്നതിനെക്കാട്ടിലും മല്ലി കളറായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. കാണാനും ഭംഗി അത് തന്നെയാണ്. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം അങ്ങ് ലോ ആക്കി വെച്ചിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് ആ പച്ചമണമൊക്കെ മാറി വരുമ്പം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്തിട്ട് നന്നായി തിളച്ചതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ബീഫ് ഉണ്ടാക്കുമ്പം ആ കറിയിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം അളന്നെടുത്തിട്ട് വേണം ബാക്കിയുള്ള പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പം ഈ ഒരു പാത്രത്തിൽ 2 തവണയായിട്ട് അരി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 നാഴിയോളം അരി ഉണ്ടാവും. അപ്പം അതിന് കണക്കായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ബീഫ് വേവിച്ചപ്പോൾ ഉള്ള വെള്ളം എനിക്ക് ആ ഒരു പാത്രത്തിൽ അര ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള 4 പാത്രം വെള്ളം ഞാൻ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഞാനിപ്പം 4 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് അളന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൻ്റെ അരപാത്രത്തോളം ബീഫിൻ്റെ വെള്ളമുണ്ട്. അപ്പം 4.5 പാട്ടയോളം വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ഒന്നും ചേർക്കാത്തത് ബീഫിൽ ഉപ്പുണ്ടല്ലോ, അപ്പോൾ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നാൽ ഇതിലേക്ക് അരി ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അരി ഇപ്പം ഞാൻ 2 പാട്ട ആ പാത്രം കാണിച്ചല്ലോ, ആ പാത്രത്തിൽ 2 പാത്രമാണ് അരി എടുത്തത്. നന്നായി കഴുകിയിട്ട് വെള്ളം ഊറാൻ വെച്ചതാണ്. എന്നിട്ട് ഈ ഒരു അരിയിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മൾ നെയ്ച്ചോറിനെക്കാട്ടിലും 1 പാട്ട കൂടുതൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് പുഴുങ്ങലരിയല്ലേ, അപ്പോൾ കുറച്ച് വേവ് കൂടുതലുണ്ടാവും. വറ്റിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്, അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഇനി എല്ലാം നന്നായിട്ടൊന്നങ്ങ് ഇളക്കിയിട്ട് അരി എല്ലാ ഭാഗത്തേക്കും ഒന്നങ്ങ് ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അങ്ങ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 മുറിയോളം നാരങ്ങ പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവുന്നത് വരെ അങ്ങ് വേവിച്ചെടുക്കണം. ഇപ്പം ഞാനിപ്പം ഫ്ലെയിം ഹൈ ആക്കി വെച്ചിട്ട് തന്നെയാണുള്ളത്. അങ്ങനെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചോറ് ചെറുതായി വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ വേവിച്ച ബീഫ് ചേർത്തിട്ടില്ലല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം ബീഫിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ട്. ആ ഒരു വെള്ളം കൂടെ കൂടുന്ന നേരത്ത് നമ്മുടെ ചോറ് കറക്റ്റായിട്ട് വെന്ത് വന്നോളും. അങ്ങനെ ബീഫും ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി എടുത്തിട്ട് ഇതിനി ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചോറ് വേവുന്നത് വരെയും നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പം ഇങ്ങനെ 2 പാർട്ടാക്കി ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാതെ നമുക്കിത് കുക്കറിൽ ചെയ്യാം. ഇതേപോലെ ബീഫ് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് വേവിക്കുന്ന സമയത്ത് ചോറിന് കണക്കായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബീഫ് വെന്തതിന് ശേഷം ചോറിട്ടിട്ട് ഒന്നുകൂടെ അങ്ങ് വേവിച്ചെടുക്കാം. അങ്ങനെയും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ എനിക്ക് കുക്കറിൽ അത്ര ഏല് കിട്ടൂല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പാത്രത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് ഇനി ഇത് വേവുന്നത് വരെയും അങ്ങ് വേവിച്ചെടുക്കാം. ഞാനിപ്പം ചോറ് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇതിനിടയ്ക്ക് ഞാനൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇടയ്ക്കൊന്ന് വെള്ളം വറ്റുന്ന സമയത്തും ഞങ്ങൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചോറിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, ചോറ് വെന്ത് കിട്ടിയിട്ടുമുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അടി തൊട്ട് നന്നായിട്ട് ഞങ്ങൾ ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു മാഹി തലശ്ശേരിക്കാരുടെ ഒരു പ്രിയപ്പെട്ട ഒരു ചോറാണിത്. ഇത് നമുക്ക് ബീഫ് അല്ലാതെ മട്ടൺ കൊണ്ടുണ്ടാക്കാം. മട്ടൺ ആകുമ്പോൾ ബീഫ് ചെയ്ത പോലെ തന്നെ കറി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാം. ചിക്കനോ ചെമ്മീനോ കല്ലുമ്മക്കായോ ഒക്കെ ആകുമ്പോൾ പൊരിച്ചതിന് ശേഷം അതിൻ്റെ മസാലകളൊക്കെ ഈ ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാം ടേസ്റ്റ് തന്നെയാണ്. ഇനി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു മസാലകളൊക്കെ ഇട്ടിട്ട് പ്ലെയിൻ ആയിട്ട് ചോറുണ്ടാക്കാം, അതും ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഒരു പ്ലെയിൻ മസാല ചോറ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ കല്ലുമ്മക്കായ ഇട്ടിട്ടാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ വീഡിയോ കുറേ മുമ്പ് ഞാൻ വോയിസ് ഒന്നും ഇടാത്ത സമയത്തുള്ളൊരു വീഡിയോ ഉണ്ട്. ക്ലിയർ ഉണ്ടാവുമോ എന്നറിയില്ല, എന്നാലും ഉണ്ടാക്കുന്ന രീതിയൊക്കെ അത് തന്നെയാണ്, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. അപ്പം ആ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. എൻ്റെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ഓരോ വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമുൻസ് കിച്ചൻ. താങ്ക് യു.